ഇന്ന് പാലക്കാടിൻ്റെ സ്വന്തം കോഴിയും കുമ്പളങ്ങ കറിയുടെയും റെസിപ്പിയാണ്. ഇത് സ്ഥിരം അമ്മ ഉണ്ടാക്കുന്ന റെസിപ്പിയാണ്. ആദ്യം ഒരു പാത്രം വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് പട്ട, ഗ്രാമ്പു, ഏലക്കയും 2 വലിയ ഉള്ളിയും 2 പച്ചമുളകും കൂടെ കീറിയത് ഇട്ട് നന്നായി മിക്സ് ചെയ്യുക. ദെൻ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ നുറുക്കിയതും കൂടെ ഇട്ട് അതും കൂടെ മിക്സ് ചെയ്യുക. വലിയുള്ളി നന്നായി സോഫ്റ്റ് ആവുന്ന സമയത്ത് ഒരു തക്കാളിയും കൂടെ ഇടുക. നന്നായിട്ട് പഴുത്തൊരു വലിയ തക്കാളി എടുത്താൽ മതി. ഇനി തക്കാളി ഉടയുന്നവരേക്കും ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം. ഇനി അരപ്പിനായിട്ട് കുറച്ച് തേങ്ങ, പെരുംജീരകം ഇട്ട് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. അപ്പോഴേക്കും തക്കാളി നന്നായിട്ട് ഉടഞ്ഞിട്ടുണ്ടാവും. ഇപ്പോൾ അതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഉപ്പ്, കുറച്ച് മീറ്റ് മസാലയും കൂടി ഇട്ട് നന്നായിട്ട് പച്ചമണം മാറുന്നത് വരെ നന്നായി മിക്സ് ചെയ്യാം. ഒരു 2 മിനിറ്റ് അടച്ചു വെച്ച് കഴിഞ്ഞാൽ തന്നെ പച്ചമണം മാറിക്കോളും. ഇനി ഒരുപാട് ഡ്രൈ ആണെങ്കിൽ മാത്രം കുറച്ച് ചൂടുവെള്ളം ഒഴിക്കുക. നന്നായി തിളപ്പിച്ച വെള്ളം തന്നെ ഒഴിച്ചാൽ മതി. ഈ ഒരു പരുവത്തിലാവുന്ന സമയത്ത് ചിക്കനും കൂടി ഇട്ട് നന്നായി മിക്സ് ചെയ്യുക. മസാല നന്നായിട്ട് ചിക്കനിലോട്ട് സെറ്റ് ആവണം. ഇനി ഇതിലേക്ക് ചിക്കൻ വേവാനുള്ള വെള്ളം ഒഴിച്ച് ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം. ചിക്കൻ ഒരു പകുതി വേവാവുന്ന സമയത്ത് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കുമ്പളങ്ങയും കൂടി ഇട്ട് കൊടുക്കാം. അധികം വെള്ളം ഒഴിക്കാതിരിക്കുക, കാരണം കുമ്പളങ്ങയിലെ വെള്ളവും ചിക്കനിലെ വെള്ളവും എല്ലാം അതിലോട്ട് ഇറങ്ങും. സോ ഇനി ഒരു 10 മിനിറ്റ് അടച്ചു വെച്ച് വേവിച്ച് കഴിഞ്ഞാൽ ചിക്കനും കുമ്പളങ്ങയും എല്ലാം സെറ്റാവും. ഇനി അതിന് ശേഷം കുറച്ച് ഗരം മസാല മാത്രം ഇട്ട് കൊടുക്കാം. ഇനി എല്ലാം ഒന്ന് നന്നായി മിക്സ് ചെയ്ത ശേഷം മാത്രം പേസ്റ്റും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇതിൽ വേണമെങ്കിൽ മാത്രം ഇനി വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതിയാവും, അല്ലെങ്കിൽ ഇതിൽ തന്നെ വെള്ളം മതിയാവും. കുറച്ച് തിക്കായിട്ട് തന്നെയാണ് കറി ഉണ്ടാവുക. ഒരു 2 മിനിറ്റും കൂടെ അടച്ചു വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ടാൽ മതി, കറി സെറ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്ക് കമൻറ്റ് ചെയ്യുക. താങ്ക് യു.